ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെത്തേഡ്സ് പറഞ്ഞു, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻസ്. അപ്പോൾ ആ ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്സ്. അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്സിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ഇറിഗേഷൻ വാട്ടർ. അതായത് ഇറിഗേഷൻ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് സോയിൽ മോയ്സ്ചർ ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആർ ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ക്രോപ്സ്. ഫോളോയിങ് ആർ ദ മെയിൻ ഫങ്ഷൻസ്. അപ്പം നമുക്ക് ഒരു ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് ന്യൂട്രിയൻസും അതുപോലെ തന്നെ വാട്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് അവിടെ നടക്കുകയുള്ളൂ അല്ലേ. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫങ്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പോയിൻ്റ് വൈസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ആക്ട് ആസ് സോൾവെൻറ്റ്സ് ഫോർ ദ ന്യൂട്രിയൻസ്. വാട്ടർ ഫോംസ് ദ സൊല്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ദിസ് സൊല്യൂഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ്. ദസ് വാട്ടർ ആക്ട് ആസ് ദ ന്യൂട്രിയൻ കാരിയർ. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ കാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് മിനറൽസിനെ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂട്രിയൻ കാരിയർ എന്നും പറയാം. ദ സെക്കൻഡ് പോയിൻ്റ് ഈസ് ദ ഇറിഗേഷൻ വാട്ടർ സപ്ലൈസ് മോയ്സ്ചർ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ ലൈഫ് ഓഫ് ദ ബാക്ടീരിയ ബെനിഫിഷ്യൽ ടു ദ പ്ലാന്റ് ഗ്രോത്ത്. ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ചില ബാക്ടീരിയാസ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിരിക്കും. സോ ആ ബാക്ടീരിയാസിനെ വാട്ടർ ക്യാരി ചെയ്ത് പ്ലാന്റിൻ്റെ റൂട്ട്സിലെത്തിക്കും. അത് ആ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. ആ ഒരു ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ ആ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ആ ഒരു ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളാവും. Next function, irrigation water supply moisture which is essential for the chemical action within the plant growth. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഗ്രോത്തിൽ വരുന്ന കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നതിന് വേണ്ടി വാട്ടർ ഒരു അത്യാവശ്യ ഘടകമാണ്. ഇറിഗേഷൻ വാട്ടറിൽ വരുന്ന അടുത്ത മെയിൻ ഫംഗ്ഷനാണ് some salt present in soil react to produce nourishing food products only in the presence of water. ഈ ഒരു പോയിൻ്റ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ചില മിനറൽസ് അതുപോലെ തന്നെ സാൾട്ടൊക്കെ സോയിലിൽ ഉണ്ടാവുമല്ലേ. ആ ഒരു സാൾട്ടിനെയൊക്കെ സോയിലിനോട് റിയാക്ട് ചെയ്ത് നല്ല നൗറിഷിംഗ് ഫുഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുക എന്നതാണ് വാട്ടറിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ. നെക്സ്റ്റ്, വാട്ടർ കൂൾസ് ദ സോയിൽ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ and thus makes more favorable environment for healthy plant growth. ഇവിടെ മോയ്സ്ചർ കണ്ട അറ്റ്മോസ്ഫിയറിനെ തന്നെ ചേഞ്ച് ചെയ്യിപ്പിക്കും അല്ലേ. എപ്പോഴും സോയിൽസിനെ കൂൾഡ് കണ്ടീഷനായിട്ട് വാട്ടർ നിലനിർത്തും. ഇതുവഴി പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടി ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അവിടെ. ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ഇറിഗേഷൻ വാട്ടർ വിത്ത് കൺട്രോൾഡ് സപ്ലൈ വാഷസ് ഔട്ട് ഓർ ഡയല്യൂട്ട് സാൾട്ട് ഇൻ ദ സോയിൽ. ഒരു കൺട്രോൾഡ് ഇറിഗേഷനിൽ നമുക്ക് സോയിലിൽ വരുന്ന സാൾട്ടിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അല്ലെങ്കിൽ എന്താ, ആ ഒരു സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിൽ വാട്ടർ സഹായിക്കുന്നുണ്ട്. ആ ഒരു സാൾട്ടിനെ ഡൈല്യൂട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് റെഡ്യൂസസ് ദ ഹസാർഡ് ഓഫ് സോയിൽ പൈപ്പിംഗ്. സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ടൈപ്പ് ഓഫ് ഇറോഷൻ തന്നെയാണ്, ഒരു ഇൻറ്റേർണൽ ഇറോഷൻ. ഇതുവഴി സോയിൽസിൽ എന്താണ്, ഇൻറ്റേർണൽ പാർട്സിൽ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വോയിഡ്സ് ഉണ്ടായാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ ഒരു മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവും, സോയിൽസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇതുവഴി ഇറോഷനായി മാറും. ഇതിനാണ് സോയിൽ പൈപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. സോ അത് നമുക്ക് ഒരു പ്രോപ്പർ ഇറിഗേഷൻ വഴി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് ഈസ് ഓഫ്റ്റൺ ദ ടില്ലേജ് പാൻസ്. ടില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിഭൂമി. ടില്ലേജ് പാൻസ് എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി. ആ കൃഷിഭൂമിയെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിങ് ഹെൽപ്ഫുള്ളാണ്.
നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ വരുമാനം എന്ന് പറയുന്നതും ഈ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓരോ നാട്ടിലും വൈവിധ്യങ്ങളായ കൃഷി രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ വൈവിധ്യങ്ങളായ ഡിഫറെൻറ്റ് വിളകളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഇന്ത്യയിൽ സോ ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അവയുടെ ക്രോപ്പ് സീസണെ കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്രോപ്സ് ആൻഡ് ക്രോപ്പ് സീസൺസ്. ക്രോപ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: അഗ്രികൾച്ചറൽ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്രോപ്പ് സീസൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറിഗേഷൻ റിക്വയർമെൻറ്റ്സ്. ഈ മൂന്ന് ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇവിടെ ക്രോപ്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അഗ്രികൾച്ചറൽ ക്ലാസിഫിക്കേഷൻ. അഗ്രികൾച്ചറൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. ആ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്ന ക്രോപ്സിനെ കുറിച്ചുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ്, ഫീൽഡ് ക്രോപ്സ് സച്ചസ് വീറ്റ്, റൈസ്, മൈസ്, ബാർലി, ഓട്സ്, ഗ്രേറ്റ് മില്ലറ്റ്, സ്പൈക്ക്ഡ് മില്ലറ്റ്, ഗ്രാം, പൾസസ്. ഇത്രയും ക്രോപ്സാണ് നമ്മൾ ഫീൽഡ് ക്രോപ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ ക്രോപ്സ്. കൊമേഴ്ഷ്യൽ ക്രോപ്പ് എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊരു പേര് കൂടി പറയും, ക്യാഷ് ക്രോപ്സ് എന്ന് കൂടി പറയും. അതിന് എക്സാമ്പിളാണ് ഷുഗർ കെയിൻ, കോട്ടൺ, ടൊബാക്കോ, ഹെമ്പ്, ഷുഗർ ബീറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ്, ഓയിൽ സീഡ് ക്രോപ്സ് സച്ചസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, സീസൈം, ലിൻസീഡ്, കാസ്റ്റർ എക്സെട്ര. അപ്പോൾ നമുക്ക് ഓയിൽ തരുന്ന ക്രോപ്സ് ആണല്ലേ. നെക്സ്റ്റ്, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, വേരിയസ് ഫ്രൂട്ട്സ് ക്രോപ്സ്, വെജിറ്റബിൾ ക്രോപ്സ് ആൻഡ് ഫ്ലവർ ക്രോപ്സ്. ഇതിൽ വരുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, പ്ലാന്റേഷൻ ക്രോപ്സ് സച്ചസ് ടീസ്, കോഫി, കൊക്കോ, കോക്കനട്ട്, റബ്ബർ എക്സെട്ര. ദ നെക്സ്റ്റ് വൺ ഈസ് ഫൊറേജ് ക്രോപ്സ്. ഫൊറേജ് മീൻസ് കന്നുകാലികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നില്ലേ, അതിനെയാണ് ഫൊറേജ് എന്ന് പറയുന്നത്. സച്ചസ് ഫോഡർ, ഗ്രാസ്. ഫോഡർ മീൻസ് കാലിത്തീറ്റ, ഗ്രാസ് എക്സെട്ര. The last type is miscellaneous crops such as medicinal crops, aromatic crops, sericulture crops, condiments crops and spices. ഇത്രയാണ് അഗ്രികൾച്ചറൽ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. ക്രോപ്സിനെ അതിൻ്റെ സോ ആൻഡ് ഹാർവസ്റ്റിംഗ് സീസൺ അനുസരിച്ച് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റാബി ക്രോപ്സും ഖാരിഫ് ക്രോപ്സും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ റാബി ക്രോപ്സിനെ കുറിച്ചും ഖാരിഫ് ക്രോപ്സിനെ കുറിച്ചും മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ദീസ് ക്രോപ്സ് ആർ സോൺ ഇൻ ഓട്ടം ആൻഡ് ആർ ഹാർവസ്റ്റഡ് ഇൻ സ്പ്രിംഗ്. വേരിയസ് ക്രോപ്സ് ദാറ്റ് ഫാൾ അണ്ടർ ദി കാറ്റഗറി ആർ ഗ്രാം, വീറ്റ്, ബാർലി, പീസ്, മസ്റ്റാർഡ്, ടൊബാക്കോ, ലിൻസീഡ്, പൊട്ടറ്റോ എക്സെട്ര. ഈ റാബി ക്രോപ്സിൻ്റെ കേസിൽ ഇത് മെയിനായിട്ട് സോൺ ചെയ്യുന്ന സീസൺ എന്ന് പറയുന്നത് ഓട്ടം സീസണിലാണ്. അല്ലെങ്കിൽ ഒക്ടോബർ മന്തിലൊക്കെയാണ് നമ്മളത് സോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ഒരു മാർച്ച് മാസത്തിലൊക്കെ നമ്മൾ അതിൻ്റെ വിളവെടുപ്പും നടത്തും. ഈ ഒരു ടൈപ്പ് ഓഫ് ക്രോപ്സിനെ പറയുന്ന പേരാണ് റാബി ക്രോപ്സ്. ഒരു സീസണൽ ക്രോപ്പാണ് റാബി ക്രോപ്പ് എന്ന് പറയുന്നത്. സീസണൽ ക്രോപ്പാണ്. Various crops that fall under the category are gram, wheat, barley, peas, mustard, tobacco, linseed, potato, etc. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഖാരിഫ് ക്രോപ്സ്. ദീസ് ക്രോപ്സ് ആർ സോൺ ബൈ ബിഗിനിങ് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് ആർ ഹാർവസ്റ്റഡ് ഇൻ ഓട്ടം. ദീസ് കൺസിസ്റ്റ് ഓഫ് റൈസ്, മൈസ്, സ്പൈക്ക്ഡ് മില്ലറ്റ്, പൾസസ്, ഗ്രൗണ്ട് നട്ട് എക്സെട്ര. അപ്പോൾ ഈ ഒരു ക്രോപ്സ് മെയിനായിട്ട് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ ആണ് സോൺ ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നൊക്കെ കേട്ടില്ലേ, അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ ഒരു ക്രോപ്സ് സോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസൺ എന്ന് പറയുന്നത് ഓട്ടം സീസണിലാണ്. ഈ ഒരു ഖാരിഫ് ക്രോപ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ക്രോപ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്: റൈസ്, മൈസ്, സ്പൈക്ക്ഡ് മില്ലറ്റ്, പൾസസ്, ഗ്രൗണ്ട് നട്ട്
അടുത്തത് പെർണിയൽ ക്രോപ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദീസ് ആർ ദ ക്രോപ്സ് ദാറ്റ് റിക്വയർ വാട്ടർ ഫോർ ഇറിഗേഷൻ ത്രൂ ഔട്ട് ദ ഇയർ. എക്സാമ്പിൾസ് ഓഫ് പെർണിയൽ ക്രോപ്സ് ആർ ഷുഗർ കെയിൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എക്സെട്ര. ഇവിടെ എന്താണ്, ഒരു വർഷത്തിലെ എല്ലാ സമയത്തും ഇറിഗേഷൻ നടക്കണം ഇവിടെ ഈ ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ക്രോപ്സിനെ പറയുന്ന പേരാണ് പെർണിയൽ ക്രോപ്സ്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്: ഷുഗർ കെയിൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എക്സെട്ര. ഇറിഗേഷൻ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ക്രോപ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡ്രൈ ക്രോപ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ വാട്ടർ ഫോർ ഇറിഗേഷൻ. ഇവിടെ എന്താണ്, വാട്ടർ എല്ലാ സമയത്തും ഇറിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് റെയിൻഫാൾ തന്നെ ഏറെക്കുറെ ഇതിൽ മതിയാവും. വേറെ അഡീഷണൽ വാട്ടറിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വെറ്റ് ക്രോപ്സ് വിച്ച് കനോട്ട് ഗ്രോ വിത്തൗട്ട് ഇറിഗേഷൻ. ഇവിടെ ഒരു ഇറിഗേഷൻ സിസ്റ്റം ഇല്ലാതെ ഈ ക്രോപ്സ് വളരില്ല. സച്ച് ക്രോപ്സ് നോൺ ആസ് വെറ്റ് ക്രോപ്സ്. തേർഡ് വൺ ഈസ് ഗാർഡൻ ക്രോപ്സ് റിക്വയർ ഇറിഗേഷൻ ത്രൂ ഔട്ട് ഇയർ. ഒരു വർഷത്തിലെ എല്ലാ സമയത്തും ഇറിഗേഷൻ ലഭിച്ചിരിക്കണം ഈ ഒരു ക്രോപ്സിൻ്റെ കേസിൽ. ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടേബിളിൽ ഓരോ ക്രോപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സോയിങ് ടൈമും ഹാർവെസ്റ്റിംഗ് ടൈമും ഡെൽറ്റയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഖാരിഫ് ക്രോപ്സിൽ ഡിഫറെൻറ്റ് ക്രോപ്സ് വരുന്നുണ്ട്. റാബി ക്രോപ്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് വരുന്നുണ്ട്. പിന്നെ 8 മന്ത് ക്രോപ്സ്, പെർണിയൽ ക്രോപ്സ്, അതിൻ്റെ സോയിങ് ടൈമും ഹാർവെസ്റ്റിംഗ് ടൈമും ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഈ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ എന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ എന്താണ് ഡ്യൂട്ടി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡെൽറ്റ എന്ന് ചോദിക്കാം. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാം. സോ ഇത് നിർബന്ധമായും പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഇപ്പോൾ വാട്ട് ഈസ് എ ഡ്യൂട്ടി? Duty of the water may be defined as the irrigation capacity of a unit of water. ഒരു യൂണിറ്റ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റി, അതാണ് ഡ്യൂട്ടി. ഒരു യൂണിറ്റ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റി, അതാണ് ഡ്യൂട്ടി. Gives relation between area irrigated and quantity of water is required. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തരുന്നുണ്ട്. ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഏരിയ ഇറിഗേറ്റഡ്, എത്ര ഏരിയ ആണോ ഇറിഗേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ്, എത്ര ക്വാണ്ടിറ്റി വാട്ടറാണ് ആ ഏരിയയിലേക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് വേണ്ടത്. ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ ഇവിടെ തരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, യൂഷ്വലി ഡിഫൈൻഡ് ആസ് ഏരിയ ഇറിഗേറ്റഡ് യൂസിങ് 1 cumac ഓഫ് വാട്ടർ അപ്ലൈ ടു ലാൻഡ് കണ്ടിന്യൂസ്ലി ഫോർ ബേസ് പീരിയഡ് ഓഫ് ദി ക്രോപ്പ്. ഇവിടെ ഡ്യൂട്ടി എന്ന ടേമിൻ്റെ ഒരു യൂഷ്വൽ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 1 cumac വാട്ടർ ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരിയഡിൽ ഒരു ഏരിയയിലേക്ക് ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്. 1 cumac വാട്ടർ, അതൊരു വോളിയാണ്, വാട്ടറിൻ്റെ വോളിയം. ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരിയഡിൽ, ആ ക്രോപ്പിനൊരു ബേസ് പീരിയഡ് ഉണ്ടാവും. ബേസ് പീരിയഡ് എന്താണെന്ന് ഞാൻ പറയാം. ആ ഒരു ബേസ് പീരിയഡിൽ ആ ഒരു ഏരിയയിലേക്ക് ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ഡ്യൂട്ടിയുടെ യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഹെക്ടേഴ്സ് പെർ ക്യുമക്. നെക്സ്റ്റ് പോയിന്റ്, വേരീസ് വിത്ത് ക്രോപ്സ്. ഈ ഡ്യൂട്ടി ഡിഫറെൻറ്റ് ക്രോപ്സിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ ക്രോപ്സിൻ്റെ ടൈപ്സിനനുസരിച്ച് ഡ്യൂട്ടിയിലും വേരിയേഷൻസ് വരും. അപ്പോൾ അടുത്തത് ഡ്യൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് 3 cumacs ഓഫ് വാട്ടർ സപ്ലൈ ഈസ് റിക്വയർഡ് ഫോർ എ ക്രോപ്പ് സോൺ ഇൻ ആൻ ഏരിയ ഓഫ് 5100 hectares. ഇപ്പം നമുക്കിവിടെ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 5100 hectares. ഇവിടെയാണ് നമ്മൾ ക്രോപ്സ് സോൺ ചെയ്യുന്നത്. സോ അതിന് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ട് അവിടെ തന്നിട്ടുണ്ട് 3 cumac. ഒരു ക്യുമക്ക് എന്ന് പറയുന്നത് 1 m³ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഡ്യൂട്ടി കണ്ടുപിടിക്കാം? ഡ്യൂട്ടി കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ഹെക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ, അതേ ഡിവൈഡഡ് ബൈ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ട്, അത് ചെയ്താൽ നമുക്ക് ഡ്യൂട്ടി കിട്ടും. ഇവിടെ 5100 ഡിവൈഡ് ബൈ 3 ചെയ്തു, 1700
ഡ്യൂട്ടി കിട്ടി. അതിൻ്റെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യുമക്കാണ്. ഇവിടെ നമ്മൾ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റയിൽ ഡ്യൂട്ടീനെ കുറിച്ച് ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് ടേമാണ് ഡെൽറ്റ. ഡെൽറ്റേനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ഇറ്റ്സ് എൻറ്റയർ ബേസ് പീരീഡ് ഓഫ് ദി ക്രോപ്പ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം വെള്ളം ഡെപ്തിൽ വേണം എന്ന് പറയുന്നതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. എത്രത്തോളം വെള്ളം നമ്മളെ സോയിലിൻ്റെ ഡെപ്തിൽ വേണം എന്ന് പറയുന്നതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം വിഡ്ത്തിൽ വേണം എന്ന് പറയുന്നതിനെ അയക്കട്ട് എന്ന് പറയും. എത്രത്തോളം വിഡ്ത്തിൽ വേണം എന്ന് പറയുന്നതിനെ അയക്കട്ട് എന്ന് പറയും. നെക്സ്റ്റ്, ഡെൽറ്റ ഫോർ എനി ക്രോപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ വാട്ടർ റിക്വയർഡ് ഇൻ ഹെക്ടർ മീറ്റർ ബൈ ദ ഏരിയ ഇൻ വിച്ച് ദ ക്രോപ്പ് ഈസ് ഗ്രോൺ. ഈ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കുന്നത് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ വാട്ടർ റിക്വയർഡ് ഇൻ ഹെക്ടർ മീറ്റർ ബൈ ദ ഏരിയ ഇൻ വിച്ച് ദ ക്രോപ്പ് ഈസ് ഗ്രോൺ. എത്രയാണോ വെള്ളം ഒരു ഏരിയയിലേക്ക് ആവശ്യമായി വരുന്നത് അതേ ഡിവൈഡഡ് ബൈ ആ ഒരു ഏരിയ, ഇറിഗേറ്റഡ് ഏരിയയാണ് യൂസ് ചെയ്തിട്ടാണ് ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ലാൻഡ് ഹാവിങ് ദ ക്രോപ്പ്. ഇവിടെ ഡെൽറ്റ എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് ക്രോപ്പ് റിക്വയർ 10 വാട്ടറിംഗ് ഓഫ് 10 സെൻറ്റിമീറ്റർ ഈച്ച് ദ ഡെൽറ്റ ഓഫ് ദ ക്രോപ്പ് is equal to 10 into 10 is equal to 100 centimeter is equal to 1 meter. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ക്രോപ്പിന് 10 വാട്ടറിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഓരോ വാട്ടറിങ്ങിലും 10 സെൻറ്റിമീറ്റർ ആണ് ഡെൽറ്റ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡെൽറ്റയാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. 10 into 10 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. അതാണ് ഇവിടുത്തെ ഡെൽറ്റ വരുന്നത്. ഡെൽറ്റേൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. നെക്സ്റ്റ് പാർട്ട് ഐ ഡിസ്കസ് അബൌട്ട് ദ ക്രോപ്പ് പീരിയഡ് ആൻഡ് ബേസ് പീരിയഡ്. എന്താണ് ഒരു ക്രോപ്പ് പീരിയഡ്, അതുപോലെ തന്നെ എന്താണ് ഒരു ബേസ് പീരിയഡ്, അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്രോപ്പ് പീരിയഡിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ ടൈം പീരിയഡ് ദാറ്റ് എലാപ്സസ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് സോയിങ് ടു ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് ഹാർവെസ്റ്റിംഗ് ഈസ് കാൾഡ് ദി ക്രോപ്പ് പീരിയഡ്. ഈ ക്രോപ്പ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്രോപ്പ് ഫീൽഡിൽ നട്ടത് മുതൽക്ക്, ഒരു ക്രോപ്പിനെ ഫീൽഡിൽ നട്ടത് മുതൽക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ എടുക്കുന്ന ആ ഒരു ടൈം പീരിയഡിനെയാണ് ക്രോപ്പ് പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെടി നട്ടു, ആ ചെടി നട്ട് ലാസ്റ്റ് അത് വിളവെടുപ്പിൻ്റെ സമയത്ത് അത് പറിച്ചെടുക്കില്ലേ, ആ സമയം വരെയുള്ള ക്രോപ്പിൻ്റെ ഡ്യൂറേഷനെ പറയുന്ന പേരാണ് ക്രോപ്പ് പീരിയഡ്. ഇനി ബേസ് പീരിയഡ് എന്താണെന്ന് നോക്കാം. The time between the first watering of crop at the time of its sowing to its last watering before harvesting is called the base period. ബേസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈം ഡ്യൂറേഷൻ തന്നെയാണ് കാണിക്കുന്നത്. നമ്മളൊരു ഫീൽഡിൽ ചെടികൾ നടുന്നുണ്ടല്ലേ, അവിടെ ആ ക്രോപ്സിന് ആവശ്യമായിട്ടുള്ള വാട്ടറിങ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ബേസ് പീരിയഡ് എന്ന് വെച്ചാൽ ഇതൊരു ടൈം പീരിയഡാണ്. ക്രോപ്സിന് സോൺ ചെയ്തത് മുതൽക്ക് നമ്മൾ വാട്ടറിങ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് അവിടെ ക്രോപ്പ് നടുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അതുമുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള, ഹാർവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിളവെടുക്കുക, ആ വിളവെടുക്കുന്ന സമയം വരെയുള്ള ആ ഒരു ഡ്യൂറേഷനെ പറയുന്ന പേരാണ് ബേസ് പീരിയഡ്. ഓരോ ക്രോപ്പിൻ്റെയും ബേസ് പീരിയഡ് എന്ന് പറയുന്നത് ആ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ക്രോപ്സിൻ്റെ ബേസ് പീരിയഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് റിക്കോണിംഗ് ഡ്യൂട്ടി. റിക്കോണിംഗ് മീൻസ് ഡിറ്റർമൈൻ. ഡ്യൂട്ടി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ 1 cubic ഓഫ് വാട്ടർ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ 1 cubic ഓഫ് വാട്ടർ. ഒരു ക്യുമെക് വാട്ടർ കൊണ്ട് എത്ര ഏരിയ അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഓഫ് ഹെക്ടേഴ്സ് നമുക്ക് ഇറിഗേറ്റഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. ആ ഒരു ഇറിഗേറ്റഡ് ചെയ്ത ഏരിയയുടെ ഡെപ്ത് ഓഫ് വാട്ടർ ഡിറ്റർമിൻ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് യൂസിങ് ദ വാട്ടർ സ്റ്റോർഡ്.
നമ്മളൊരു വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് എത്ര വാട്ടറാണ്, എത്ര നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ആണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്തത് ആ ഒരു ടാങ്ക് ഇറിഗേഷന് കൊണ്ട്. നെക്സ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് ഹെക്ടേഴ്സ് മീറ്റേഴ്സ് എക്സ്പാൻഡ് പെർ ഹെക്ടർ ജനറലി യൂസ്ഡ് ഫോർ ടാങ്ക് ഇറിഗേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഡെൽറ്റ ആൻഡ് ഡ്യൂട്ടി ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റയിൽ വരുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.